അതല്ല കല്യാണമൊക്കെ മറ്റന്നാളെങ്ങാണ്ട് വരത്തില്ലേ അവര്? വരും ചോക്കി. വീട്ടിലോട്ടാണോ? ഓ വീട്ടിലോട്ട് വരും. കൊച്ചുണ്ടോ? ഒക്കെ വരാൻ പറ്റൂലല്ലോ. ഒക്കെ വരാൻ പറ്റൂല. ഉറപ്പിക്കൽ. അതെ അവിടെ വീട്ടിലോട്ട് വന്നിട്ട് ബാക്കി ഇതൊക്കെ. എന്നത്തേക്കാ? അത് പോകാൻ തീരുമാനിച്ചില്ല ചേട്ടാ. എനിക്ക് പിന്നെ കെട്ടിപ്പോവല്ലേ. ചോക്കി ഒരു ചെറിയൊരു അബദ്ധം. കൊള്ളാം. നന്നായി വരട്ടെ, നന്നായിരുന്നാ മതി. ഓ ചേട്ടാ എന്റെ കല്യാണങ്ങളാണോ? അയ്യോ ഇത് എവിടാടാ ഇത് ഇനി ഞാൻ മേളി വരെ എത്തുമ്പോഴത്തേക്കിന് എന്നെ അരമണിക്കൂറാവും. സത്യം. നീ വെള്ളിയപ്പ് വിളിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഓ ഞാൻ വെള്ളിയപ്പം ഇന്ന് അരമണിക്കൂർ തീർക്കാന്നുള്ളൊരു രീതിയിലാക്കി. ഒരുപാട് അരമണിക്കൂറി തീർക്കാൻ വേണ്ടിട്ടാ. ഒരുപാട് സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ വയ്യേ. പെട്ടെന്ന് തീർക്കാം. കല്യാണം അവിടെ വെച്ചായിരിക്കും നടത്തുന്നേ. അവളുടെ വീട്ടിൽ വെച്ചിട്ടാ. അവളുടെ വീട്ടിലായിരുന്ന അമ്പലം അവിടെ വെച്ചായിരിക്കും. ഓ റിസപ്ഷൻ നമുക്ക് നടത്തണ്ടേ? റിസപ്ഷൻ നടത്തണം. എവിടാ? അത് ഞാന് ഒന്നി ട്രിവാൻഡ്രം അല്ലേ എറണാകുളം, രണ്ടിലൊരു സ്ഥലത്ത്. അൽസാജി നടത്തിയ അൽസാജി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, മെറിഡീനിൽ പോവാം കൊച്ചിയിൽ. ഒരു കല്യാണത്തിനോടുകൂടി മറ്റേ 1000 കോടി ലോൺ എടുക്കേണ്ടി വരും. വേറെ പണിയില്ല. ജോക്കി നമ്മളൊരു ഹാരം അങ്ങോട്ട് ഇടുന്നു, ഒരു ഹാരം അവൾ ഇങ്ങോട്ട് ഇടുന്നു, അത്രേ ഉള്ളൂ. വളരെ ലളിതം. അത് മതി കേട്ടോ, സത്യം പറഞ്ഞ. അതെ ലളിതം. അത് മതി. അതാണ് കണ്ണനാണോ ബ്ലൗസ് ചെയ്യുന്നത്? ബ്രോ സിയോൺ വേണ്ട മൈരെ. TKRP മതി. TVക്ക് വേണ്ടി തുടങ്ങിയ സെർവർ അല്ലേ. ഒരു സിറ്റുവേഷൻ ആയപ്പോൾ സിറ്റി ഒക്കെ മാറുന്ന ശോകമാണ്. ഓക്കെ .dj ബ്രോ അടുത്ത് ഞാൻ പറഞ്ഞു സിറ്റി മാറിയെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പെർട്ടിക്കുലർ സിംഗിൾ സെർവറിൽ മാത്രം കമ്മിറ്റ്മെന്റിൽ കളിക്കാൻ ഇനി ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇനി ഞങ്ങൾ 2 സെർവറിൽ മാറിയായിരിക്കും കളിക്കുന്നത്. ആൻഡ് സെർവർ ഓണർ ഇവിടെ ഇരിപ്പുണ്ട്. സെർവർ ഓണറിന് മുമ്പിൽ വെച്ചാണ് പറയണത്. മനസ്സിലായ? അപ്പോൾ അങ്ങനെ കമ്മിറ്റ്മെന്റിൽ കളിക്കാൻ പറ്റത്തില്ല. കാരണം ഒരിടത്ത് നമുക്ക് ഒരു ദിവസം ബാൻ കിട്ടിയാൽ പോലും ഇവിടെ തത്സമയം ഇടാൻ പറ്റാതെയും ബാക്കി ഇടാൻ പറ്റാതെ എത്രയോ പേര് ഇരിക്കുന്നു. അപ്പോൾ ബാക്കി എല്ലാവരുടെയും കാര്യം നോക്കണ്ടേ. അപ്പോൾ ഇനി ഒരിടത്ത് മാത്രമായിട്ട് മറ്റേ കമ്മിറ്റ്മെന്റിന്റെ പുറത്ത് നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് 2 സെർവർ കളിക്കണം. TKRP കയറത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാൻ കയറും TKRPയിൽ. അപ്പം നമുക്ക് ചോറ് വാരി കൊടുക്കുന്നത് അന്നത്തെ മൂത്ത മകൻ എനിക്ക് അടിച്ചാടോ. അവിടെ ചേർക്കാ എന്റെ ഇടത്തേക്ക് തളർച്ചൊന്നും തന്നാണ്ട്. പിള്ളേരുടെ അടുത്തൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ ആനിമെ ആൻഡ് കാർട്ടൂൺ. While anime can be enjoyed by viewers of all age, it is typically geared towards a more mature audience and often deals with darker and more serious themes. Cartoon, on the other hand, are typically aimed at younger audience and often feature light-hearted and humorous themes. ബ്രോ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാം. എനിക്ക് ആനിമി കണ്ടിരിക്കാൻ പറ്റണില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചു നോക്കിയിട്ട് എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ, ടേസ്റ്റ് അല്ലേ. അപ്പോൾ എനിക്ക് ആനിമി ശരിയായിരിക്കാം, ആനിമി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്ക് ആനിമി കാണുമ്പോൾ ഒരു ഇത് കിട്ടുന്നില്ല സത്യമായിട്ടും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് എൻ്റെ ഇതായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഇതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അതിനോട് ഭയങ്കര ഒരു ഇഷ്ടം തോന്നണില്ല. അതാണ് അറിഞ്ഞൂടാ. കാലമൊക്കെ ഒരുപാട് മാറിപ്പോയടാ. നമ്മൾ കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നു. ഇത് ഫുള്ള് റീൽസ് ആണല്ലോ. കാരണം എൻ്റെ ഫ്രണ്ട് ശ്രീദേവ് വരച്ച് ചെയ്തതാണ്. എങ്ങനെയുണ്ട്? ഇതുപോലെ കുറേ ഫൺ ഐറ്റംസ് അവൻ ചെയ്തിട്ടുണ്ട്.
വിഷയം എന്തോരം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും അറിയോ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി. നമ്മൾ കാണുമ്പോ ഒക്കെ 50 സെക്കൻഡ് കാര്യം കഴിഞ്ഞു, പക്ഷെ എന്തോരം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും അറിയോ. ഹോ സുന്നത്താ. സാർ ഞാനെത്തി. ആ താൻ വന്നോ? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ അപ്പുറത്തുണ്ടായിരുന്നു സാർ. ഞാൻ മൂത്രം ഒഴിക്കട്ടെ, മുട്ടിയിട്ട് വയ്യ. ഫോറൻസിക്കാരൊക്കെ വന്നു. ഒരു ഫിംഗർ പ്രിന്റോ മുടിനാരോ കഴിഞ്ഞില്ല. നല്ലോണം അന്വേഷിച്ചു. എന്താടോ ഒരു തുമ്പില്ലാത്ത? അത് സുന്നത്ത് കഴിച്ചോണ്ടാ സാർ. നാരീന കേസിന്റെ കാര്യം പറഞ്ഞത് അതാ. ശരിക്കണമായിരിക്കും. സീനാണ് അതൊക്കെ, പ്രശ്നമാണ്, ഒന്നും പറയരുത്. പണ്ടൊരു സുന്നത്ത് നടത്തിയത് ഓർമ്മയുണ്ടോ ആർപ്പിയില്? ഓർമ്മയുണ്ട്. Eu trago a ഡിസൈഡ് vocês entrego Pororoca! ഇതല്ലേ ഓഹോ കണ്ണമ്മ വന്ന്. കണ്ണമ്മ നോക്കി നോക്കി എന്റെ ഫേസ് ക്യാമിനൊക്കെ ക്വാളിറ്റി ഇല്ല ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതിന്. നോക്ക്, സത്യം ഇതല്ലേ കുറച്ചുകൂടെ. ഇതാ എനിക്ക് തോന്നുന്നു ഇതാണ് ഒറിജിനൽ എന്ന് ഇപ്പോ. ഇപ്പോഴത്തെ പ്രശ്നത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇപ്പോഴത്തെ പ്രശ്നം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രശ്നം ഞാനാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം ഞാനാണ്. ഞാൻ ഈ സമയത്ത് ലൈവ് വന്നാണോ നിങ്ങളുടെ പ്രശ്നം? അത് പറ. അതാണോ നിങ്ങളുടെ പ്രശ്നം? അതാണോ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെയാണ് ഞാൻ ലൈവ് എടുത്താ പോയി നിർത്തിട്ട് പോയി, ലൈവ് നിർത്തിട്ട് പോയി. ഇവൻ എന്താണ് പ്രശ്നം? ഇവനിപ്പോ ഈയിടെ അവർ സ്ലാങ് മാറിയുണ്ടോ? പുതിയതായി പുതിയ സ്ലാങ് കേട്ടോ. മറ്റേ മാറി ഇപ്പൊ. ഭയങ്കര വൃത്തിയായിട്ട തോന്നുന്നു. ഇപ്പൊ റിയൽ ലൈഫിൽ എങ്ങനെ സംസാരിക്കുന്നേ? ഞാൻ കണ്ടപ്പോ അണ്ണ എടാ എന്തുകൊണ്ട് കണ്ണവന് ഇപ്പോഴത്തെ സ്ലാങ് മനസ്സിലാത്തോലല്ലോ സംസാരിക്കുന്നത്. ഫുഡ് കഴിച്ചോ, ഇങ്ങനെയാണല്ലോ സംസാരിക്കണ ഇപ്പൊ. അവൻ ഇങ്ങനെ സംസാരിക്കുന്നവനിപ്പോ അടിച്ച് തിരിക്കാൻ കേട്ടാ. ഇപ്പൊ അടുത്ത ഇനി എന്റെ വായ വരുന്ന ഇതായിരിക്കും. അണ്ണ എങ്ങനെയുണ്ട് വിത്ത് ഇൻസ്റ്റഗ്രാം ID പ്രവീണ മാധവൻ. ഇതിലൊന്നും വീഴുന്നല്ല സിഗ്മ. രസമൊന്നുമില്ലടാ. നെവർ എക്സ്പീരിയൻസ് എവർ എക്സ്പീരിയൻസ് ഗേൾസ് നത്തിങ് ഹേർട്സ് മോർ ദാൻ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാ ക്യാമറ പിടിച്ചോണ്ടിരിക്കുന്നേ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള ഇങ്ങനത്തെ റീൽസ് കാണുമ്പോ ഒരാൾക്ക് കരയുമ്പോ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറ്റണേ സ്വന്തമായിട്ട്? എനിക്കത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കരയുമ്പോ എന്റെ മോന്തേക്കണ കരയുന്ന സെൽഫി ക്യാമറ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിരിച്ചു ചാവും. എങ്ങനെയാണത് പറ്റണേ? When the thing got stuck on Sibban. അതൊരു ജീവിതത്തിലെ ആമ്പിള്ളേർക്ക് ഒരു ബിഗ്ഗസ്റ്റ് ഫിയർ ആയിരുന്നു. അതൊരു എപ്പോഴും ബാബുനാ ഫിയർ ഇല്ലായിരുന്നു. അയ്യോ എനിക്ക് ഞാൻ ചട്ടിയിടാൻ തുടങ്ങിയതേ അത് കാരണോ? മനസ്സിലായില്ല. വിഷയം കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേ. എന്തോരം ടൈപ്പ് വാഹനത്തിലെ 8 രൂപ മാറ്റങ്ങൾക്കും കൂടിയാണ് 44,000 മോഡിഫിക്കേഷൻ. ഈ സാധനം എന്റെ സൈക്കിള് കാണാറുണ്ട്. കാസറ്റ് വള്ളി, ഡിസ്ക്, മുത്ത്. എന്റെ അമ്മോ എന്റെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി. കാശ് കിട്ടില്ല. വീഡിയോ
എടാ മോനെ നോസ്റ്റാൾജിയ അടിച്ചു നോസ്റ്റാൾജിയ. എനിക്ക് പറ്റുന്നില്ല ബ്രോ, എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ എന്നെ എങ്ങനെ ഒഴിവാക്കിയെന്ന്. എനിക്ക് പറ്റുന്നില്ല ബ്രോ, എനിക്ക് മനസ്സിലാകുന്നില്ല അവൾ എങ്ങനെ എന്നെ ഒഴിവാക്കി പോയതെന്നുള്ളത്. റിലേഷൻഷിപ്പിലുള്ളപ്പോൾ എന്നെ എങ്ങനെ ചീറ്റ് ചെയ്തു, എന്നിട്ട് അയാളുടെ കൂടെ അങ്ങ് പോയി. ബ്രോ നീ വിഷമിക്കില്ല, നീ ഇരിക്കി. അവളോടുള്ള ഇഷ്ടം കംപ്ലീറ്റ് ഒരു വെറുപ്പായി മാറുന്ന പോലെ. എനിക്ക് റിവെഞ്ച് എടുക്കണം ബ്രോ, എനിക്ക് റിവെഞ്ച് എടുക്കണം. റിവെഞ്ചോ? നീ എന്തായി പറയുന്നത്? എന്റെ കയ്യിൽ അവളുടെ കുറെ പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ട്, അത് ഞാൻ പബ്ലിക് ആക്കട്ടെ? ഡാഡാ അത് ഇല്ലീഗലാണ്. നീ എന്തൊക്കെയാ പറയുന്നത്? അല്ലെങ്കിൽ അവളെ പറ്റി കുറെ ഇത് കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ കണ്ടിത്തലേനെ ഫോളോ ചെയ്യൂ. അതാണ് ലാസ്റ്റ് പറയാൻ വരുന്നത്. ഒഴിവാക്കി അവൻ തന്നെ അഭിനയിച്ച് അവൻ തന്നെ പ്രൊമോഷൻ കൊടുക്കും. ഡിഫോമേഷൻ ബ്രോ ഇല്ലീഗലാണ്. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു പ്ലീസ്. മറക്കണം, മൂവ് ഓൺ ചെയ്യണം. ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ ലൈഫിന്റെ എൻഡിങ് അല്ല, ഇതൊരു ടേണിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി നീ മുന്നോട്ടേക്ക് പോവുക. നിനക്ക് വേണ്ടി നീ ജീവിക്കുക. നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പിന്നെ അതേപോലെ ഒരു സക്സസ്ഫുൾ ആൻഡ് ഹാപ്പി പേഴ്സൺ ആവാൻ വേണ്ടിയുള്ള പൂർണ്ണ ശ്രമം നടത്തുക. നിനക്ക് അത് പറ്റും. അയ്യോടാ പറഞ്ഞില്ലവൻ. സാധാരണ ഇങ്ങനത്തെ വീഡിയോയിലൊക്കെ പറയുന്നത് എനിക്കറിയാലോ അതിൽ പറയൂലെന്ന്. ജോക്കി ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെ അതിനകത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, നാളെ ജോക്കിയുടെ ഈ ക്ലിപ്പും ഇതിന്റെ ബാക്കിയായിട്ട് അക്കോർഡിംഗ് ടു IT സെക്ഷൻ ഒരാളെ പേരെടുത്ത് തെറി പറയണതില് ഉള്ള ആക്ട് എന്നൊക്കെ പറഞ്ഞ് ജോക്കിയുടെ ഫോട്ടോ അടക്കം നാളെ വരും. ഞാനത് എന്ത് വിളിച്ചേ? അല്ല ഞാൻ പറഞ്ഞ ഒന്നാമതേ പ്രശ്നങ്ങളാ. ഞാൻ പറഞ്ഞ സാരം വരും. മെൻഷൻ ദാറ്റ് ടൈപ്പ്. നിങ്ങൾക്ക് ഈ വൈകുന്നേരത്തെ ഈ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ സന്ധ്യക്ക് അങ്ങോട്ട് ഇരുന്ന് നാട്ടുകാരെ കാണിക്കുന്ന ഒരു പ്രഹസന പരിപാടി ഞാൻ പണ്ട് ചെയ്യായിരുന്നു, ഞാൻ എന്റെ അനിയനും കൂടെ. ഞാൻ പാടുന്ന പാട്ട് ഏതാണെന്ന് അറിയാവോ? വേൽമുരുകാരോരാന്ന്. എന്റെ മനസ്സിൽ അത് മാത്രമേ വരുന്നുള്ളൂ ദൈവമേ. അതല്ല വേൽമുരുകാരോരല്ല, മറ്റേ മുരുകന്റെ ഒരു പാട്ടുണ്ടാ. അയ്യോ ഞാനതൊക്കെ അണ്ണാക്ക് വെച്ച് പാടുമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ നാട്ടുകാരെ അറിയണമല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അങ്ങനത്തെ ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നടാ. എനിക്ക് പണ്ട് തൊട്ടേ ഞാൻ അമ്പലത്തിൽ പോകാറില്ല. ഞാൻ അമ്പലത്തിലും ഞാൻ പ്രാർത്ഥിക്കാറില്ല. അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കിത് ഭയങ്കര അവിടെ വലിയ താല്പര്യമില്ല. ഞാൻ അമ്പലത്തിലും അങ്ങനെ പോകാറൊന്നുമില്ല കേട്ടെ. എൻ്റെ ഒരു കാര്യം പറയാം, ഞാൻ കുരിശടി കണ്ടാലും മുസ്ലിം പള്ളി കണ്ടാലും അമ്പലം കണ്ടാലും ഒറ്റ ഡയലോഗ്, അതിങ്ങനെ കാണാതെ ഒരു ഫ്ലോയിൽ പഠിച്ചു വെച്ചേക്കുക. ഈശ്വര ഭഗവാനെ രക്ഷിക്കണേ, എല്ലാവരെയും കാത്തോളണേ. ഇതാണ്. ആംബുലൻസ് കണ്ടാലും ഞാൻ ഇത് തന്നെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ ആരാണെങ്കിലും അകത്ത് രക്ഷപ്പെടണേ. ഈ രണ്ട് പ്രാർത്ഥനകൾ മാത്രമേ ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ളൂ. ഇത് എവിടെ അമ്പലം കണ്ടാലും കുരിശടി കണ്ടാലും മറ്റേ മുസ്ലിം പള്ളി കണ്ടാലും എനിക്ക് ഇത് തന്നെയാണ്, ഇതേ വായി വരത്തുള്ളൂ. അതേ പറഞ്ഞല്ലേ, ഇപ്പോൾ യേശു ആണെങ്കിലും ഞാൻ ഈശ്വര ഭഗവാനെന്ന് വിളിക്കത്തുള്ളൂ. അതായത് ഇപ്പോൾ മുസ്ലിം പള്ളി ആണെങ്കിലും ഈശ്വര ഭഗവാനെന്ന് വിളിക്കത്തുള്ളൂ. അങ്ങനെ പേരെടുത്തൊരു ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പരിപാടിയൊന്നുമില്ല. എനിക്കങ്ങനെ പ്രാർത്ഥനയിൽ വലിയ എല്ലാ ദൈവങ്ങളിലും വിശ്വാസമുണ്ട്. ലെജൻഡ്. ഞാൻ ഇവന്റെ പേരാണ് വായിച്ചേട്ടാ, അല്ലാതെ ഞാൻ അകത്തുള്ള പേരാ പറഞ്ഞ. ഞാൻ ചെയ്യാത്തൊരു പരിപാടിയാണ് ഞാൻ എവിടെ പോയാലും ഈ ഫോട്ടോ എടുക്കാൻ മറക്കുക എന്നുള്ളത്. അതിന് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിൽ അത് ഫോട്ടോ എടുക്കണമെന്നൊക്കെ. ഇത് ഞാൻ ക്യാമറ ഒക്കെ ചുമന്നുകൊണ്ട് എല്ലായിടത്തും പോകും, പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കൂല. എടുത്ത് ആർക്കും അയച്ചു കൊടുക്കൂല. അതാ മടിയാ, ഭയങ്കര മടിയാ എനിക്ക്. മറന്നുകൂടാ, അതെന്ത് എന്ത് മനോരമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കാണാൻ പോകുമ്പോൾ ഇന്ന് എനിക്ക് അവിടെ എടുത്തിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ ഇടണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എനിക്ക് ഇച്ചിരി വരുമ്പോ ഓർമ്മശക്തി ഇല്ലാതായി പോകും. ഞാൻ അവരെ കാണുമ്പോ അവരെ കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഒരൊറ്റ നിപ്പും വായിത്താളും. സത്യം നമ്മുടെ ക്ലിപ്പ് പറഞ്ഞു കേട്ടാ, നമ്മള് ക്ലിപ്പ് പറഞ്ഞു. നമ്മള് മോട്ടിവേഷനിലേക്ക് വരണം. ഞാൻ ഇന്നലെ തൊട്ട് ആക്റ്റീവായി. ഞാൻ ഇന്നലെ തൊട്ട് ആക്റ്റീവായി. ഇൻ പാലക്കാട്, ഡെസേർട്ട് ഇൻ എന്തോ വലിച്ചു കയറ്റിയുണ്ടാക്കിയതാ. നോൺ വയലൻസ് ഇൻ കൊല്ലം. അത് കണ്ട, നോൺ വയലൻസ് ഇൻ കൊല്ലം. അതെന്തുവാ കൊല്ലം കൊണ്ട് ഡ്രഗ് ഫ്രീ സിറ്റി എറണാകുളം, ഗേ ഫ്രീ സിറ്റി കോഴിക്കോട്. ഇത് ഭയങ്കര വൃത്തിയുടെ തീരാണ്. കോഴിക്കോട് ബസ് തുടക്കം പിടിച്ചായിരുന്നു. ഷോക്കി എന്ന് കരുതി എല്ലാരും അങ്ങനെയാണെന്നുണ്ടോ? അല്ലല്ല,
ദ ഈസിയസ്റ്റ് ലാംഗ്വേജ് കാസർഗോഡ്. ഇത് മൾട്ടിവേഴ്സ് ആണ് ജോക്കി. ഇത് സർക്കാസം. POV, you miss your golden days. ഓർമ്മിപ്പിക്കാടേ. പക്ഷേ ജോക്കി ഈ നൈറ്റ് വിഷൻ ഗൂഗിൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇത് ഈ മൈരി എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഭയങ്കര നൊസ്റ്റാൾജിയ ആയിരുന്നു. നോർത്തേൺ ലൈറ്റ്സ്. കണ്ടാ ജോക്കി? കണ്ട് എന്താ മോനെ ആർപ്പിടിയോ. അയ്യോ പണ്ട് റോയൽ പാസ് തീർത്തിട്ട് അതില് ഒരു അതിനകത്ത് യൂസ് ചെയ്യുന്ന സേവ് ചെയ്ത് അടുത്ത RP ഒക്കെ മേടിക്കണ ഇതൊന്നും ആ ഫീലൊന്നും വേറെ ഒന്നിനും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അന്നേരം ചെയ്തവർക്ക് മനസ്സിലാവില്ല. മിത്തിക് ഫാഷൻ ആണ്. അതുകൊണ്ട് പിന്നെ ജോക്കിക്കൊന്നും ആ ഫീല് മനസ്സിലാവൂല. ഇവൻ എന്തിനാ നീ അവിടെ ഈഗിൾ ബ്രോനെ വിറ്റ് ഞാൻ അവിടെ തക്കടുവാവ. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇരിക്കുമ്പോ തക്കടുവാവ. മോടയാണെങ്കിൽ മോടയാണെങ്കിൽ തലേ വിട്ടു അതോ ലോകം. ഓ ലൈവാടാ കുട്ടാ. കണ്ണാപ്പി. ഈകളെ നിനക്കൊരു കാര്യം അറിയോ? ഇവനെ ഇപ്പോഴും എലിവേരി ഇട്ടേക്കുന്നതിന്റെ കാര്യം ഒന്നും അറിയോ? എന്റെ പേര് ജർമ്മൻ കണ്ണാപ്പയായിട്ട്. സത്യം. എന്റെ പേര് കണ്ണാപ്പി. ജർമ്മൻ കണ്ണാപ്പി. ജർമ്മൻ കണ്ണാപ്പി. ജർമ്മൻ കണ്ണാപ്പി. ചാനലിന്റെ പേര് പറയാൻ പറ്റാത്ത Why YouTubers panicking on this income tax rate on prominent? Meanwhile, മറ്റൊരിടത്ത് ബോംബ്. അന്നത്തെ വീഡിയോയാ ഇത് ഉണ്ടാക്കിയ കേസായി. അതറിഞ്ഞാ അടുത്തത്? ഇത് കേസായി. ഇത് സ്ഫോടക വസ്തു ഉണ്ടായിന്ന് പറഞ്ഞ കേസായി. പുള്ളി മറ്റേ ഗുണ്ട് നിറച്ചിട്ട് മറ്റേ പോലെ ചുറ്റി പേപ്പറൊക്കെ നിറച്ച് ഒരേക്കർ സ്ഥലമൊക്കെ ഇല്ലാണ്ടാക്കി നോക്കി. പുള്ളിക്ക് അതിന് കിട്ടി. അതെന്തോ കേസ് സീനെന്തോ എന്ന് പറയാനായിട്ട്. എല്ലാ ടീമിലും കാണും ഇതുപോലെ. ഞാനാണ് ഇവനെ ഉറക്കിയനെ. ഞാൻ ചത്താലും വേണ്ടില്ല ഇവനെ ഉറക്കിയനെ. പക്ഷെ ഇതൊക്കെ ഓപ്പോസിറ്റ് ടീമിൽ വരുള്ളൂ. നമ്മുടെ ടീമിൽ കണ്ട ഞാൻ പറയാം. ഇവിടെ ഒരുത്തൻ നോക്കാന്ന് വിചാരിച്ചോ. ഞാൻ ഇവിടെ നോക്കിട്ട് അല്ല ഞാൻ ഇവിടെ നോക്കാന്ന് വിചാരിച്ചോ. ഒരുത്തെന്താ ഇവിടെ ആയിരിക്കും. ഒരുത്തെന്താ ഒരു അപ്പുറത്തെ സൈഡിലായിരിക്കും. പിന്നെ ഒരുത്തൻ പാരച്യൂട്ടിൽ നിൽക്കുന്നുണ്ടായിരിക്കുള്ളൂ ഞാൻ ലൂട്ട് ചെയ്ത് കഴിയുമ്പോഴും. അങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നല്ല. അങ്ങനെയാ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനങ്ങൾ കണ്ട. ഇത് ഞാൻ പറയാം. ഞാൻ PUBG കളിച്ചു തുടങ്ങിയപ്പോ ഉണ്ടായിരുന്നേ ചന്ദ്രനാണിത്, ഡ്രീമർ ഇത് അക്മ, ഇത് റീപ്പർ. ഇതാണ് പണ്ടത്തെ എന്റെ സ്കോഡ് ഇതായിരുന്നു. ഇത് ഉറപ്പാണ്. ഇത് ഞങ്ങളെയാണ്. ഇത് ഞാനാണ്. അറിയാറത്. ഈഗിൾ ബ്രോ ഞാൻ വരച്ചത് റോളക്സിന്റെ ഡ്രോയിങ് ആണ്. ഈഗിൾ ബ്രോ
ഇത് എന്താണോ ഇത്? വരച്ചതാണോ? അത് എന്തെന്നറിയോ, ഈ വരയ്ക്കുന്ന പിള്ളേരെന്ന് ചോദിച്ചാൽ കളർ ഫോട്ടോ എടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കും, അതനുസരിച്ച് ഷെയ്ഡ് കൊടുക്കും. വിഷയല്ലേ ഇവന്റെ പ്രിന്റർ, ഇവന്റെ കൈ പ്രിന്റർ, കൈ പ്രിന്റർ, കൺഫേം പ്രിന്റർ. ഹേമന്ത് _CJ_ അശോകൻ. ഇപ്പൊ തന്നെ ഫോളോ ചെയ്യട്ടെ ബ്രോ, വേറെ ലെവൽ. എന്റെ അമ്മോ, ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് ഫോളോ ചെയ്യട്ടെ ഗൈസ്. എല്ലാരും ഇൻസ്റ്റാഗ്രാം എടു, ഇൻസ്റ്റാഗ്രാം കമോൺ. ഹേമന്ത്, എല്ലാരും ഇൻസ്റ്റാഗ്രാം എടുക്കുക ഗൈസ്. ഹേമന്ത്, കിട്ടി. ഹേമന്ത്, വിജയൊക്കെ വരച്ചിട്ടുണ്ട്. ഹേമന്ത് ഷീജ SHEEJ അശോകൻ. എന്റെ പൊന്നോ, ബ്രോ സീൻ കേട്ടോ, ഒരു രക്ഷയില്ല. ഇജാതി ടാലന്റ്, ഒന്നും പറയാനില്ല. ഇത് വിഷയം കേട്ടാ. എന്റെ അമ്മോ, കിടിലനടേ. ഇവർക്കൊക്കെ യൂസർ നെയിം ചെറുതാക്കി കൂടെ? സത്യോടെ ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ അറിയാവുന്നവരൊക്കെ എടാ പെട്ടെന്ന് ആൾക്കാരിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസർ നെയിം ഇടണം. ഇങ്ങനെ കഴിവുള്ളവരൊക്കെ സീരിയസ്ലി പറയാം. ലൈക്ക് ഇങ്ങനെ ഒരു നമ്മളൊരാളുടെ അടുത്ത് പറയുമ്പോൾ പെട്ടെന്ന്, അതായത് ക്യാച്ച് ആൾക്കാർക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, ഫോർ എക്സാമ്പിൾ ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ ഈഗിൾ ഗെയിം മനസ്സിലായി, അതേപോലെ. ഓ, അടുത്തിടെ ഓക്കെ. ഇത് മുബാറക്. ഇത് ഞാൻ റീൽസിൽ കാണാറുണ്ട്. ഇവ തിന്നു തന്നെയാണോ ഇതൊക്കെ? തൈരാണോ ഒഴിക്കുന്നത്? ആ, തൈര് ചോദിക്കും. തൈര് എടുത്താണ്ട് നീ എന്നെ പോസ്റ്റ് ചെയ്തേ. ആ കറുത്ത സാധനം കണ്ട ഉണ്ടാ, ആ സാധനം മറ്റേ ഗ്രാമ്പ് പോലത്തെ സാധനം. തിന്ന് ഇവൻ വേറെ എങ്ങോട്ടോ മാറ്റുവാ. കൊതിയായിരുന്നു. ഇവൻ തിന്നുവല്ല, വേറെ എങ്ങോട്ടോ മാറ്റുവാ. തിന്നുവാണ്, എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇവൻ തിന്നുവല്ല, ഇത് തിന്നുവല്ല. ഇതിന് എത്ര വ്യൂസ് എന്നറിയോ? എത്ര വ്യൂസ് മുത്തേ. ഞാനിപ്പോ വളി വിട്ടു, പോലീസ് പൊക്കു തന്നെ. നീ വളി വിട്ട പോലീസിന്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവര് തല ഇറങ്ങി വരുമല്ലോ, നിന്റെ വള്ളിന്റെ മണം കേട്ടിട്ട്. അവര് തല ഇറങ്ങി വരും, എന്തേലും ചെയ്തിട്ട്. മോനെ, അതെന്താ ഈ 6 പാക്ക്? എടാ 6 പാക്ക് എന്ന് പറയുമ്പോ നമുക്ക് നമ്മുടെ അച്ചമ്പൊടിക്കൊക്കെ നമുക്കൊരു ഇത്തിരി ഇത് വേണം, മനസ്സിലായോ? നിന്റെ ബർത്ത്ഡേക്ക് ചെട്ടിട്ടോണ്ടിരിക്കുന്ന ഇങ്ങോട്ട് പറഞ്ഞിട്ട് ജോഗി, അതറിഞ്ഞില്ലേ ജോഗി? ഇവരെന്നോട് ക്ഷമിച്ചു. ഇവരെന്നോട് ക്ഷമിച്ചിട്ട് ഇവരെനിക്ക് സമയം തന്നേക്കുവാ. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. ഇനി എത്ര വർഷമുണ്ട്? ഇനി അടുത്ത വർഷത്തെ ഇതിന് സമയം തന്നിരിക്കണം. അത് ഡ്രൈ ലെമൺ ആണെണ്ണ. ഓക്കെ. കൊടവേറും വെച്ച് കഴിക്കാൻ പറ്റും. പുള്ളിക്കാരനൊക്കെ ആണെങ്കിൽ ഒന്നും കിടത്താം. അച്ചമ്പടിക്ക് കുറച്ച് ഇത് വേണം, മസിലും ഇതൊക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജന്മനെ കിട്ടും. പിന്നെ ബാക്കി നമ്മുടെ കഴിവാണ്. പിന്നെ ബാക്കി നീ ചെയ്തോണം. അല്ലാണ്ട് നീ ഇങ്ങനെ മറ്റേ പാണം പെട്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു കുറച്ച് സീനാണല്ലോ. വിഷയമാണ്. ക്ലിക്സ് ഫൈനലി ബീറ്റ്സ് 88 മിനിറ്റ് എടുത്തടാ ഇവൻ. 88 minutes. That's fucking terrible. But still, a second one. What a great fucking ending. I beat that shit. Hour 28. Stop playing with me, bro. The fucking end. Me 82. ഇല്ല, ആരും ക്ഷമിച്ചില്ല ഗൈസ്. നിങ്ങൾ എനിക്ക് സമയം തന്നിട്ടില്ലേ ഗൈസ്? ഞാൻ ഒരു ദിവസം ഒരു ഫോട്ടോ അങ്ങ് പോസ്റ്റ് ചെയ്യും, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദിവസം ഞാനും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസവും ഇല്ലടാ. എന്തിനാടാ? പഴക്കമുള്ളതാ. പഴക്കമുള്ളതിന് വീര്യം കൂടുതലാ കേട്ടോ. ഇതൊരു തഗ് ഡയലോഗ് ആയിട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ആരെങ്കിലും ഇറക്കണം പ്ലീസ്. പഴക്കമുള്ളതിന് വീര്യം കൂടുതലാ കേട്ടോ.
ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിന്റെ വക്കോൽ ഇവളെയൊക്കെ കിണ്ടണം. ആര് സംഭവിച്ചത് ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. പടം വന്ന് തല മാച്ചാവണ്. ഞാൻ പലവട്ടം വിനീതിനോട് പറഞ്ഞത് വർക്കൗട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യരുതെന്ന് ഇവിടെ. അതും വല്ലവരുടെയും തല വെച്ചിട്ട് ഇവന്റെ അടുത്ത് കേക്കൂലടേ. സർപ്രൈസ് ആക്കി വെച്ചിരുന്നതായിരുന്നു. ഇനി എല്ലാരും കാണും. സ്പാം ചെയ്യുന്നവരെല്ലാം കാണും. എന്തിനും വൈരി കുറച്ച് മോട്ടിവേഷൻ ആയല്ലോ. റിസ്ക് എടുക്കണം ഗൈസ്, റിസ്ക് എടുക്കണം ലൈഫില്. അല്ലാതെ എങ്ങും നമ്മൾ എത്തൂല ഗൈസ്. നമ്മൾ എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കാതെ ഇപ്പൊ ബിസിനസ്, ഇപ്പം എന്തൊരു ജോലിയാണെങ്കിലും നമ്മൾ എന്നെ കണ്ടില്ലേ, ഞാൻ എന്ത് കൂളായിട്ടായിരിക്കും. ഞാൻ എന്തോ ലൈഫിൽ റിസ്ക് ഒക്കെ എടുത്തിട്ട് എവിടെ ഇരിക്കുന്നുണ്ടാ കണ്ടാ പറയോ. ഇത് നിന്റെ ഗെയിം റൂമല്ലേ? 30 MB ഗെയിമിംഗ് റൂം ചോക്കി. അതാണ് എല്ലാത്തിനും നമ്മൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള റിസ്ക് എടുക്കണം. അല്ലാതെ കാര്യമില്ല. നിങ്ങൾ കിടന്ന് പറയുന്നില്ല കാര്യമില്ല. ഞാൻ ഒരു കൊച്ചു മോട്ടിവേഷൻ സ്പീക്കർ തന്നെ. ഈ റീൽസ് ഇവിടെ കാണാൻ സ്കിപ്പ് എന്നാ കിടിലും ബോഡിയാടാ. ബൈസും ട്രൈസും ഒക്കെ നോക്ക്. എടാ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, കല്യാണം കഴിഞ്ഞ് കൂട്ടിപ്പോയിട്ട് ഇനി ജിമ്മിൽ പോകും. അവിടെ വീട്ടിൽ നിൽക്കാൻ കിട്ടൂല, അപ്പോഴാണ് എനിക്ക് ജിമ്മിൽ പോണത്. എടാ ഇവൻ കിടിലനായിരുന്നു ജോക്കി കേട്ടാ. മെന്റലിസം ഇവൻ വീഡിയോ ചേട്ടന്റെ മനസ്സിൽ റാൻഡം ആയിട്ട് തോന്നുന്ന ഒരു നമ്പർ പറയാം. ഞാൻ ഒരു രീതിയിൽ ഫോഴ്സ് ചെയ്തില്ല, ഒരു രീതിയിൽ ഇൻഫ്ലുവൻസും ചെയ്തില്ല. ഇഷ്ടമുള്ള നമ്പർ പറയാം. ഓ ജോക്കി ഇത് കിടില സാധനമായിരുന്നു. ഇത് കേട്ടോ ജോക്കി, ഇത് നമ്പർ പറയാം. 33 ഡിഫറെന്റ് ആണോ ജസ്റ്റ് ഒന്ന് നോടിച്ചിട്ട് നോക്കിയോ. ഈ 33 കിടക്കുന്ന ഒരു പേരൊന്ന് നോട്ട് ചെയ്യോ ഇവിടെ. ഡൊണാൾഡ് ട്രംപ്. ഓക്കെ, തിരിച്ച് ബാക്ക് അടിക്കുന്നു. ഓക്കെ, ഇഷ്ടമുള്ള ഒരു നമ്പർ ഇവിടെ പറയാം. 22. ഓക്കെ, നോട്ട്സില് ഞാൻ ഷോപ്പിംഗ് ലിസ്റ്റ് ഒന്ന് എടുക്കുന്നു. ഇതിലും 1 to 100 എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കുറെ ഷോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ഈ 22 കിടക്കുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ. ഐസ്ക്രീം. അപ്പം ബ്രോന്റെ റാൻഡംലി ചോയ്സ് ആയിരുന്നു 33 22 അല്ലെ. അപ്പം ഞാൻ എന്റെ ഫോണില് നോട്ട്സ് ഞാൻ കാണിച്ചു. അതിനകത്തില് 22 33 ഈ 33 കിടന്ന എന്തായിരുന്നു, സെലിബ്രിറ്റിയിൽ കിടന്ന എന്തായിരുന്നു, ഡൊണാൾഡ് ട്രംപ്. 22 കിടന്നതോ ഐസ്ക്രീം. ഞാൻ ഏതെങ്കിലും രീതിയിൽ ബ്രോനെ ഏതെങ്കിലും നമ്പർ പറയാൻ വേണ്ടി ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. ബ്രോന്റെ ഫോൺ ഒന്ന് തരും. ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്തോ. ജസ്റ്റ് മെന്റലിസ്റ്റ് അതിൽ നിന്ന് സെർച്ച് ചെയ്യോ. സ്റ്റോറി നിർത്തേ. അവൻ 15 മിനിറ്റ് മുമ്പ് ഇത് കണ്ട മൈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വരുന്നതിന് ഒരു 15-20 മിനിറ്റ് മുമ്പ് എന്തോ ആണ് അവൻ ആ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത്. എങ്ങനെയാ ജോക്കിയത്? ഞാൻ ഈ ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഈ 33 22 ഒരു നമ്പേഴ്സിൽ പോലും റിപ്പീറ്റഡ് ആയിട്ട് പാർട്ടിക്കുലർ സാധനം ഇല്ല. ഓരോ ഈ 33 ഞാൻ സെലക്ട് ചെയ്ത ഡൊണാൾഡ് ട്രംപ് ആയിക്കോട്ടെ, അതൊന്നും റിപ്പീറ്റഡ് ആയിട്ടില്ല. ഇത് എങ്ങനെ അപ്പൊ ഇവന്റെ ഈ മെന്റലിസ്റ്റ് ആദിൽ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നോക്കിയാൽ ഇവന്റെ കോഴ്സസ് അവൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യണം. നല്ലൊരു പയ്യനാ, പാവം പയ്യനാ. ലൈക്ക് അവനൊരു
എന്താ പറയുക, അവൻ്റെ ഒരു മെയിൻ ഇൻകം സോഴ്സും അവൻ്റെ ഒരു ഇതൊക്കെ ഇതാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. അവൻ്റെ കോഴ്സ് ഉണ്ട്. അപ്പോൾ കോഴ്സ് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് സമ്മതിക്കത്തില്ല. എന്തുപാടെ ഇതൊക്കെ? ഡൗൺലോഡാ ഡിലീറ്റ് ഓടൻ. അടിച്ച് കൊന്നു കഴിഞ്ഞ് ഞാനൊന്ന് ഇതാരെ My head has a dent! Oh no! Shaver's working like a champ. Dude, I have like an indent right here. This is where my head... കണ്ടാ, ഈ സാധനം പേടിച്ചാണ് ഞാൻ തൊപ്പി വെക്കണത്. ഇപ്പം ജോക്കി ഇത് തല പോകട്ടാ ജോക്കി. ഡെന്റ് വരും. ഇത് കണ്ട ഡെന്റ്. എന്റെ ഇയർഫോൺസാ. I have a headphone indent in my head? അപ്പൊ തൊപ്പി വെച്ചാ മതി, ശരിയാവോ? തൊപ്പി വെച്ചാൽ അത്രയും ഇന്റൻസിറ്റി വരത്തില്ല എന്തൊരു തലയിലോട്ട്. അത് ഡെന്റ് ഒന്നും അല്ല അവന്റേത്. How's the dent doing? Oh, actually, it's filling in. And Really? Yeah. And I got like these cute bunny ears I can put on my dent whenever I need to hide it. എന്റെ ആളെയാ. But I don't look like this in real life. It's just because I'm wearing a headset for 14 hours. Just gave me a haircut yesterday, so now it won't be as bad. God, dude, is it really just a 24/7? One sec. എടാ ഞാൻ ഇയർഫോൺസ് ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാ ഇരിക്കണ സാധനം ഇരിക്കണം. ഞാൻ ഇവിടെ കുത്തി വെച്ചിരിക്കും. ഇത് എത്തൂല. ഞാൻ അതിന് വേറൊരു സാധനം കൂടെ എക്സ്റ്റൻഡർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി തൊട്ട് ഇതായിരിക്കും കേട്ടോ ഫുള്ള്. എനിക്ക് പേടിയാവണം. എനിക്ക് പ്രശ്നമാണത്. ഞാൻ ഇനി തൊട്ട് ഇതായിരിക്കും കേട്ടോ ഫുള്ള്. എനിക്ക് പേടിയാവണം. എനിക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് എല്ലാവർക്കും കാക്കനാട്ടെ പുരോഹിതന് 2 തവണയാണ് AI ക്യാമറ പിഴ വിധിച്ചു. പിന്നല്ല പ്രൗഡ് മൊമെന്റ്. കിട്ടട്ടെ എല്ലാത്തിനും. അല്ല പിന്നെ ഇതൊക്കെ എന്തൊരു സിനിമയിലെ വില്ലൻ. മറ്റേ സിനിമയിലെ വില്ലൻ ഇല്ലേ? മറ്റേ സിനിമയിലെ വില്ലനെ അറിയത്തില്ലേ? എടാ തല്ലുവാണല്ലോ, അവസരം കിട്ടിയാലും മറ്റേ കൈവെക്കാത്ത ഓക്കെ ആയിരുന്നു. ഇവൻ പോയി. പുള്ളി എന്തിനായിരുന്നു ഇവിടെ? ഇവനാണ് ഓവറാക്കി ചളവാക്കിയത്. ഇത് ഇവന്റെ പ്രൊമോഷൻ വീഡിയോ ആണിത്, മനസ്സിലായ? ഇതെല്ലാം 10 രൂപ ആർട്ടിസ്റ്റ് ആണിത്. ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും സാധാരണ ചവിട്ടി ആലോചിച്ച് ഒരു മാനിപ്പുലേഷൻ ട്രൈ ചെയ്താണ്. ഇൻസ്റ്റ ID makri.gfx. താങ്ക് യു സോ മച്ച് ഫോറോ. കൊള്ളാം. അല്ല ചോക്കി, നൈസ്. സ്വന്തം കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണിത്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. അവിടെ പെണ്ണില്ല. അവിടെ ഒരു പെണ്ണില്ലടാ അവിടെ. എന്നാലും അവന്റെ കാലേ. എടാ അവൻ കാല് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കി എല്ലാരും ഒന്ന്. അവൻ കാല് മടക്കി ഫോണിൽ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുക. ഇവിടെ ഒരു ഹെൽമെറ്റ് ചാരി വെച്ചിരിക്കണ്. നിന്റെയൊക്കെ ഇത്രയും ദൂഷിച്ച മനസ്സ് നീയൊക്കെ ഇവിടെ രാത്രി 12:40 ഇരുന്ന് ഇത് കണ്ട നിന്റെയൊക്കെ കണ്ണിൽ എന്താ നീയൊക്കെ കണ്ടതെന്ന് നിനക്ക് നിന്റെയൊക്കെ മനസ്സിനകത്ത് എന്തോരം ദൂഷിച്ച വിഷമാണുള്ളതെന്ന് നീയൊക്കെ ആലോചിച്ച് വെച്ചിരിക്കണ്. നിന്റെയൊക്കെ ഇത്രയും ദൂഷിച്ച മനസ്സ് നീയൊക്കെ ഇവിടെ പോരല്ലോ. ഇന്ത്യൻ സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്.
ഏതാണ് ലുങ്ക്? അവിടെ അവിടെ ആൾക്കാരിന്ന് സംസാരിക്കുന്നുണ്ടോ? എനിക്കൊന്നും മിണ്ടാൻ പറ്റില്ല. വെല്ലോൻ്റെ റൂമാ, സ്വന്തമായിട്ട് കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത സമയത്തുള്ളതാണിത്. സത്യമായിട്ട് ബാംഗ്ലൂർ ജോഗിയൊക്കെ പരിചയപ്പെടുന്ന സമയത്ത് പതിവില്ലാതെ ഉച്ചയ്ക്ക് ഞാൻ വാർത്ത എന്നതടി അവനോട് പണിയുന്നേ. ഞാനും കാണുന്നുണ്ട്. നന്നായ മതിയായിരുന്നു. ഒരുപാട് വാർത്തകളുണ്ട് പ്രാദേശിക ഇനത്തിൽ പങ്കുവയ്ക്കാൻ. ആദ്യം പ്രധാന വാർത്തകൾ. മഴ മുന്നറിയിപ്പുണ്ട്. ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ്. പ്രാദേശിക വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി 2 മാതൃഭൂമി ന്യൂസ് അല്ലേ ഇപ്പൊ ഇനി അങ്ങോട്ട് മാതൃഭൂമി ന്യൂസ് അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യണം മാതൃഭൂമി ന്യൂസ്. സബ്സ്ക്രൈബ്. സ്വാമി നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ വകയിൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ഇനി പോവല്ലോ. ആളെ വെച്ചിരിക്കും. 5 പൈസ ഇല്ല പോവല്ലോ. ഓൾവേസ് ഈഗിൾ. അണ്ണാ സപ്പോർട്ട് ചെയ്യാമോ? ഇതെന്തൊരു സാധനോടാ ഇത്? പരുന്തു വാസു, ഡെഞ്ചർ ഈഗിൾ, MRC ഈഗിൾ, GTA 5 വാലറന്റ് പ്ലെയർ കാർഡല്ലേ? ഓ ഇന്ത്യയുടെ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കണേ. എന്ത് കാര്യത്തിന്? ഡിസ്റെസ്പെക്ടിങ് നാഷണൽ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ നിനക്കെതിരെ കേസ് വരും. എൻ്റെ മോന്തയോടെ വെച്ചേക്കുന്നുണ്ട്. തച്ചോളി ഉദയൻ ഉറക്കം വരുന്ന ന്യൂസ് കണ്ട്. ഓടാ ശരി ശരി. രാത്രി കാലം മറ്റേ വെല്ലുമച്ചിരുന്ന് വായിക്കുന്നുണ്ട്. ഇത് മറ്റേ ഫുള്ള് റീൽസ് ആണ് ഇതെല്ലാം. When you lose your money, you lose nothing. When you lose your health, you lose something. When you lose your character, you lose everything. Remember that. സത്യം. എല്ലാരും കേട്ടോ വരുന്നു. When you lose your money, you lose nothing. When you lose your health. പൈസ പോകുമ്പോഴേ പ്രശ്നമുണ്ട്. ഡോണ്ട് കോൾ യുവർ സെൽഫ് എ ഗെയിമർ ഇഫ് യു ഹാവൻറ്റ് പ്ലേഡ് ദിസ് ഗെയിം. എന്തോരം ഇത്. പക്ഷേ എനിക്ക് 2 ദിവസം ഇത് കഴിഞ്ഞിട്ട് ഇത് 2 ദിവസം കൊണ്ടുവന്നിട്ട് ഇതെല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഈസി ആവും കേട്ടാ. പിന്നെ തല്ലി പൊളിച്ച് ഇതെനിക്ക് വെളിയിലെടുക്കണം. അല്ല എനിക്ക് പറ്റൂല. അല്ല എനിക്ക് പഠിക്കൂല. അമ്മമ്മ പവറാണ് അണ്ണ. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കും. சிரிப்பும் இதய துடிப்பும் അതൊക്കെയാണ്. ഓക്കെ ബാലന്റെ വീഡിയോ. ഓക്കെ നമ്മൾ ബാലന്റെ വീഡിയോ കുറെ ദിവസമായിട്ട് ഇവിടെ സ്പാമാണ്. ബാലന്റെ വീഡിയോ എന്തിനാണ്